പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ രണ്ടാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് 6 LDF, അല്ല 7 LDF, 6 UDF, 1 NDA. അതെ, അത് സൂചനയാണ്. തിരുവനന്തപുരത്ത് 7, 6, 1. തിരുവനന്തപുരത്ത് 7 UDF, 6 LDF, 6 UDF. അതെ, 7 LDF, 6 UDF, 1 NDA. ഗുരുവായൂരിൽ NK അക്ബർ ലീഡ് ചെയ്യുന്നു. 1000-ലധികം വോട്ടുകളുടെ ലീഡാണ് NK അക്ബറിന് ഗുരുവായൂരിലുള്ളത്. ചിറ്റൂരിൽ ആദ്യ റൗണ്ടിൽ UDF 724 വോട്ടുകൾക്ക് സുമേഷ് അച്യുതൻ. എലത്തൂരിൽ അടുത്ത മന്ത്രിയും പിന്നിൽ. എലത്തൂരിൽ പ്രതിപക്ഷ ഒരു ഡസൻ മന്ത്രിമാർ താഴേക്ക് പോവുകയാണ്. വിദ്യാബാലകൃഷ്ണൻ 298 വോട്ടുകൾക്ക് മുന്നിൽ. 298 വോട്ടുകൾക്ക് വിദ്യാബാലകൃഷ്ണൻ മുന്നിൽ. അരുവിക്കരയിൽ UDF 509 വോട്ടുകൾക്ക് VS ശിവകുമാർ മുന്നിൽ. ആദ്യ റൗണ്ടിൽ 509 വോട്ടുകൾക്ക് VS ശിവകുമാർ മുന്നിൽ. തരംഗത്തിന്റെ തുടക്കം എന്ന് പറയാം. 21 83ലേക്ക് ലീഡ് ഉയർത്തുകയാണ്. താഴേക്ക് പോകുമ്പോൾ 83 UDF കയറുന്നു. 4 NDA. തൃശൂരിൽ വ്യക്തമായ മുന്നേറ്റം. രാജംപലൻ 2516 വോട്ടുകളുടെ ലീഡാണ് ഉള്ളത്. കുന്നത്തുനാടും വലിയ മുന്നേറ്റമാണ് കാണുന്നത്. കുന്നത്തുനാട് UDF ലീഡ് 2564 ലേബിയ സൈന്ദ്രന് സന്തോഷിക്കാനുള്ള സമയമായി തോന്നുന്നു. ഷിബി സൈന്ദ്രൻ അതാ മുന്നേറുകയാണ് കുന്നത്തുനാട്. അപ്പൊ കോതമംഗലത്ത് UDF ഏറെക്കുറെ വിജയം ഉറപ്പിക്കുന്നു. സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 83 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 30 സീറ്റുകൾ പിന്നിലാണ് LDF. ിലധികം വോട്ടിൽ ലീഡ് ഉയർത്തിയാണ്. ഇന്ന് ഓർമ്മ ദിനമാണ്. അതൊരു കാവ്യനീതി. PK ബഷീർ 3428 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ 2516 വോട്ടുകൾക്ക് മുന്നിൽ. നിലവിൽ കുന്നത്തുനാട്ടിൽ VP സജീന്ദ്രൻ 2564 വോട്ടുകൾക്ക് മുന്നിൽ. 83 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 53 ഇടങ്ങളിൽ മാത്രമായി LDFന്റെ ലീഡ് ചുരുങ്ങുന്നു. 4 ഇടങ്ങളിൽ NDAയുടെ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ്. കോഴിക്കോട് സൗത്ത് ഞെട്ടിക്കുന്നു. അതേപോലെ നേമം ഞെട്ടിക്കുന്നു. ഒപ്പം തന്നെ പാലക്കാട്, മഞ്ചേശ്വരം, പാലക്കാട്. ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ കഴക്കൂട്ടം LDF 379 വോട്ടുകൾക്ക് മുന്നിലാണ്. ലീഡ് മാത്രമേ അവിടെ കഴക്കൂട്ടത്ത് LDFന് 379 വോട്ടുകൾക്ക് UDFന്റെ ലീഡ്. പ്രേക്ഷകരെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിവരമാണ്. ധർമ്മടത്ത് UDFന്റെ ലീഡ്. അവിടെ ധർമ്മടത്ത് അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുന്ന 733 ചെറിയ വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിന്നിൽ. കേരള രാഷ്ട്രീയത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? എല്ലാ കാൽക്കുലേഷനും അപ്പുറത്ത് കേരളത്തിൽ രാഷ്ട്രീയ നടക്കുന്നു. പിന്നിലാണ് മുഖ്യമന്ത്രി. 12 മന്ത്രിമാരും പിന്നിലാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ എന്നുള്ളത് പിണറായി വിജയൻ ഇങ്ങനെ പിന്നാക്കം പോയിട്ടുണ്ടായിരുന്നു. ചെറിയ കണക്കല്ല. 1.5 ലക്ഷം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച പാർട്ടിയുടെ കേഡർ വോട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആദ്യ റൗണ്ടിൽ പിന്നിലാണ് എന്നുള്ള വിവരമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരം. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. 733 വോട്ടിനാണ് വോട്ടുകൾക്ക് ജോൺ തിരുവനന്തപുരത്ത് സെൻട്രൽ. അസംബന്ധമായതെന്തോ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകാതെ കഴിയില്ല. ഈ ചരിത്രം നോക്കുക. ഈ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് സംശയിക്കാനുള്ള സമയം ഇതായിരുന്നു. അവിടെ പിണറായി വിജയൻ നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അസംഭവ്യമാണ്. അത് സംഭവിച്ചിരിക്കുന്നു. പിണറായി വിജയൻ ഇതാ പിന്നാക്കം പോകുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണ്. ഇതിവിടെ ആറന്മുളയിൽ അബിൻ വർക്കി തന്നെയാണ് ലീഡ്. അബിൻ വർക്കിയിൽ 1400 ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തിലെ വാർത്ത. ഈ നിമിഷത്തിലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 1821 വോട്ടിന് ഇടത് കേന്ദ്രമായ നീലേശ്വരം നഗരസഭയിൽ ഇതാ സന്ദീപ് വാര്യർ ലീഡെടുത്തിരിക്കുന്നു. ഇടത് കേന്ദ്രമായ നീലേശ്വരത്ത് സന്ദീപ് വാര്യർ 1821 ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും തരംഗമല്ല, തരംഗമാണ്. നടക്കുന്നത്.